ഇപ്പോഴത്തെ പ്രൊജക്ട്സ്? എൻ്റെ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് പ്രയാൺ തന്നെയാണ്. ആസ് ബാൻഡ് നമ്മളെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മൾ തന്നെ അങ്ങനെ കുറേ സോങ്സ് ഒക്കെ ഉണ്ടാക്കി ആൾക്കാരിലോട്ട് എത്താം എന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ സിനിമയിൽ പാടുന്നത് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വിഷയമാണ്. നമ്മൾ എല്ലാ ദിവസവും മ്യൂസിക് ഡയറക്ടേഴ്സിനെ കണ്ട് എന്ന് വെച്ചാൽ there are a lot of talents അല്ലേ, കുറേ സിംഗേഴ്സ് ഉണ്ട്. അപ്പം അവര് നമ്മളെ ഓർത്ത് വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം നമ്മൾ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അതിനുവേണ്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അവരെ മീറ്റ് ചെയ്ത് അത് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കിടക്കാമെന്നുള്ളൊരു തിങ്കിങ് ആണ്. പിന്നെ പ്ലേ ബാക്ക് സിംഗിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും മെമ്മറബിൾ അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർ അറിയുന്നത് ഹാപ്പി ഡേയ്സിലെ ഓ മൈ ഫ്രണ്ട് സോങ് കാരണമാണ്. അത് ഭയങ്കര ഒരു കഥയായിരുന്നു. അത് ആക്ച്വലി ആ സോങ് റെക്കോർഡ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ കസിൻ്റെ കല്യാണമായിരുന്നു ആ സമയത്ത് കൊച്ചിയിൽ. അപ്പോൾ ഇവിടെ എല്ലാവരും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് വയ്യ ട്രിവാൻഡ്രം വരെ പോയി പാടാൻ എന്ന രീതിയിലായിരുന്നു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ആ സമയത്ത് കുറേ തെലുങ്ക് ഡബ്ബിങ് മൂവീസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം പാടിക്കൊണ്ടിരുന്നു. ഖാദർ ഹസൻ പ്രൊഡ്യൂസർ, പുള്ളിയാണ് ചാൻസ് ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ അതാ ഇറ്റ് വിൽ ബി ജസ്റ്റ് വൺ ഓഫ് അനദർ സോങ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ ഇല്ല വേറെ ആരെയും പാടിച്ചോളൂ, ഇവിടെ ഭയങ്കര തിരക്കാണ്, എനിക്ക് വരാൻ പറ്റില്ല, രാത്രി അമ്മ ബോംബെ നിന്നൊക്കെ വരിക, പോയി പിക്കൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാണ്. ബട്ട് പിന്നെ അച്ഛനൊക്കെ വിളിച്ചു കുറേ നിർബന്ധിച്ചു, അങ്ങനെ ഓക്കെ പോയി പാടി. അപ്പോഴും ഭയങ്കര ഹറിബറി ആയിരുന്നു എനിക്ക്, പെട്ടെന്ന് പാടണം, പെട്ടെന്ന് തിരിച്ചു വരണം. അതെ, രാത്രി ഞാൻ തിരിച്ചെത്തണം, രാവിലെ പോയിട്ട് രാത്രി തിരിച്ചെത്തണം. അങ്ങനെ പോയി പാടിയ പാട്ടാണ്. ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് ദൈവം എങ്ങാനും മിസ് ചെയ്തിരുന്നെങ്കിൽ അത് വമ്പൻ മിസ്സായനെ. പുതുക്കിയാലോ? തീർച്ചയായിട്ടും. മനസ്സിനു മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, we are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും, we are friends. സൂപ്പർ സ്റ്റാറിലൂടെ വന്നു, നമ്മുടെ അമൃതയുടെ തന്നെ ഒരു ഷോ ആയിരുന്നു. അതിന്റെ മെമ്മറീസ് എന്താണ്? അതിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ്, ഇപ്പോൾ അവരായിട്ടുള്ള അടുപ്പം? അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഡ്രീം പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. എന്താ വെച്ചാൽ പെട്ടെന്നൊരു ഷിഫ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ സ്റ്റേജസിലൊക്കെ പാടിക്കൊണ്ടിരുന്ന് പെട്ടെന്ന് നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സായ അൽഫോൻസ് സാറും ദീപക് ദേവ് സാറും ബാലു ചേട്ടൻ്റെ ഒക്കെ മുമ്പിൽ നമ്മൾ പാടുന്നു, അവർ നമുക്ക് ഫീഡ്ബാക്സ് തരുന്നു. അപ്പോൾ അതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമായിരുന്നില്ല. സോ അവിടെ അത് എനിക്ക് തോന്നുന്നു ഭയങ്കര നമ്മുടെ ഒരു ലൈഫിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു സിംഗിങ് കരിയറിൽ കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജ് ആയിരുന്നു, കുറേ പഠിക്കാൻ പറ്റിയ കാര്യങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ അൽഫോൻസ് സാർ പേഴ്സണലി ആയിരുന്നു നമുക്ക് ഗ്രൂം ചെയ്തുകൊണ്ടിരുന്നത്, ക്ലാസ്സസും എല്ലാം. ഹീസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റ്. മ്യൂസിക് ഡയറക്ടർ എന്നല്ലാതെ ഹീസ് ഭയങ്കര ഇൻക്രെഡിബിൾ സിംഗറാണ് അൽഫോൻസ് സാർ. എനിക്ക് ഇവിടെ അൽഫോൻസ് സാറിനുള്ള ഒരു റേഞ്ച്, വോക്കൽ റേഞ്ച്, ഒരു ഹൈ പാടാനുള്ളതും ബേസ് പാടാനുള്ളതും അതുപോലെ ഞാൻ വേറെ ആക്ച്വലി ആരുടെയും കണ്ടിട്ടില്ല. സോ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് അതെങ്ങനെ അത്രയ്ക്ക് റേഞ്ച് എത്തിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ടിപ്സ് തരാം, അതിനുള്ള വോക്കൽ എക്സസൈസസ് തരാം എന്നൊക്കെ പറയുന്നത് വലിയൊരു അനുഭവമായിരുന്നു. അത് ഒരു ഡാൻസർ ആണ് വൈഫ് അല്ലേ, ഒരു മ്യൂസിഷ്യൻ ഹസ്ബൻഡ് കൂടി ആകുമ്പോൾ നിങ്ങളുടെ ജീവിതം ഫുൾ കല കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും. അതെ, പലപ്പോഴും ഞാൻ പാടുമ്പോൾ കല മാത്രമല്ലേ ഉള്ളൂ, കൊലയില്ലല്ലോ? ഇടയ്ക്ക് കൊല ഉണ്ടാവാറുണ്ട്, പക്ഷെ നല്ല കൊലയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, കൊല. അതുകൊണ്ട് നല്ല രസമാണ്. ഞാൻ പാടുമ്പോൾ ഇടയ്ക്ക് പുള്ളിക്കാരി ഡാൻസ് ചെയ്യും. അപ്പൊ ഞാൻ പുള്ളിക്കാരി അറിയാതെ മുദ്രകൾ വരും, പുള്ളിക്കാരി അറിയാതെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട്. അതപ്പോ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുറെ പേര് ഇങ്ങനെ നീയും കുറെ ചെയ്യും, ഡാൻസും പാട്ടും ചെയ്യാം, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് കേട്ടാ നമുക്ക് ചെയ്യാം. പുള്ളിക്കാരി ഇപ്പോ ഡാൻസ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് RJ ആണ് ബൈ പ്രൊഫഷൻ, പ്ലസ് ഡാൻസ് പാഷനാണ് പുള്ളിക്കാരുടെ. അപ്പോൾ നമ്മളിങ്ങനെ കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്, നോക്കാം എങ്ങനെ വർക്ക്ഔട്ട് ആവും എന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ കലയ്ക്ക് വേണ്ടി, കലയാൽ എന്നൊക്കെ പറയുന്ന പോലെ, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുടുംബം മൊത്തം അങ്ങനെയായിട്ട് പോവാനാണോ ആഗ്രഹിക്കണത്? അങ്ങനെ പോകാൻ പറ്റിയ വളരെ നല്ലത്, അത്രേ ഉള്ളൂ. എന്താ വെച്ചാൽ വേറൊന്നും അത്ര പോസിറ്റിവിറ്റി തരില്ല നമുക്ക്. ഒരു ആർട്ട് തരുന്ന അത്ര പോസിറ്റിവിറ്റി വേറൊരു സാധനം നമുക്ക് ഈ ലോകത്ത് കിട്ടില്ല. ഫുൾ സന്തോഷം മാത്രമായിരിക്കുള്ളൂ, ഹാപ്പിനെസ് ആയിരിക്കും. അങ്ങനെ ഫ്യൂച്ചറിൽ നമുക്ക് പോകാൻ പറ്റിയ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും നമ്മുടെ വേ ഫോർവേഡ്. ബട്ട് ആസ് ഓഫ് നൗ പാട്ടുണ്ട്, ജോലിയുണ്ട്, ആൾക്കാർ ഡാൻസ് ഉണ്ട്,
അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ പാട്ട് ചേട്ടാ അത് അതിൽ പുള്ളിക്കാരുടെ പേരുള്ളതുകൊണ്ടാണ് ഏറ്റവും ഫേവറേറ്റ് സോങ് ആയിട്ട്. അതെ അതെ, പഴയൊരു സോങ്ങാണ്, വിദ്യാധരൻ മാസ്റ്റർ ചെയ്തൊരു സോങ്ങാണ്. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്ത കാലത്തോളം രാധികയും സംഗീതവും കൂടെ ഉണ്ടാവട്ടെ. Thank you Thanks so much. for coming. Nice Thank to you so meet you much. once again. It was very nice meeting you.